ഇന്ന് നല്ലൊരു നാടൻ ഫുഡ് ഉണ്ടാക്കിയാലോ? എല്ലാരും എന്നോട് ചോദിക്കട്ടോ, ഇനി ഇടുന്ന അങ്ങനെ ഫുഡ് ഉണ്ടാക്കി പഠിച്ചതെന്ന്. എല്ലാ കാര്യവും എല്ലാരും പഠിച്ചിട്ടാണോ ചെയ്യല്? ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തു നോക്കി പഠിച്ചതാട്ടോ ഞാനും ഫുഡ് ഉണ്ടാക്കല്. എല്ലാവർക്കും എല്ലാ ദിവസവും നിർബന്ധമുള്ള കാര്യം എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ് കഴിക്കൽ തന്നെ. പക്ഷെ അത് ഉണ്ടാക്കാൻ മാത്രം അധികം ആൾക്കാർക്കും മടിയാണ്. അങ്ങനെ വൻപയർ നല്ലോണം കഴുകി കുക്കറിലിട്ട് അടുപ്പത്തേക്ക് വെച്ച്, എന്നിട്ട് ചോറിനുള്ള അരിയും കഴുകി അടുപ്പത്തേക്ക് വെച്ച്, അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ ഒന്ന് തീർത്തെടുക്കാം. അങ്ങനെ മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതിലേക്ക് 3-4 വെളുത്തുള്ളിയും ചെറിയുള്ളിയും 4 പച്ചമുളകും ഒന്ന് ചതച്ചെടുത്ത് ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയിട്ട് ഒന്ന് വയറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയിട്ട് നല്ലോണം ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് കുക്കറിൽ വേവിച്ച് വെൻപയർ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ മൂടി വെച്ച് 2 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ നമ്മൾ വെൻപയർ തോരൻ റെഡി. അടുത്തത് മാങ്ങ എടുത്ത് അതിന്റെ തോലൊക്കെ പോക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ മോരുകറി കഴിച്ചിക്കണം. എന്നാൽ അതാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അതിന്റെ പച്ചമണം മാറുകളും ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാങ്ങയും അതിലേക്ക് ഇട്ട് എരിവിന് പാകത്തിലുള്ള പച്ചമുളകും ഇട്ട് മാങ്ങ ഒടിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഉപ്പൊക്കെ റെഡിയാക്കി വെച്ച തൈരും അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്താൽ നമ്മളെ മാംഗോ മോര് കറി സെറ്റ്. ഈ കറി ചോറിന് അടിപൊളിയാട്ടോ. എന്നിട്ട് വേഗം ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിട്ടോ. ഓംപ്ലേറ്റ് മറിച്ചിടുമ്പോൾ മുറിഞ്ഞു പോയി. എന്തായാലും ഇപ്പൊ മുറിച്ചിട്ടല്ലേ തിന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ റെഡി ആയിട്ടോ. എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് മേശമ കൊണ്ടുപോയി വെച്ച് എന്നിട്ട് ചോറിലേക്ക് കുറച്ച് തോരനും കുറച്ച് മോരുകറിയും ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഓംപ്ലേറ്റും വെച്ച് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ അടിപൊളിട്ടോ, ഒന്നും പറയാനില്ല. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കും കമന്റും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ.